നമസ്കാരം. 2024 കറണ്ട് അഫയേഴ്സ് സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. നമ്മൾ ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചു വരുന്നത്. ഈ ക്ലാസ്സോടുകൂടി ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പൂർത്തിയാക്കാം. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, നന്നായി പഠിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്? ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ അല്ലേ? നാഷണൽ വോട്ടേഴ്സ് ഡേ ആണെന്ന് പറഞ്ഞു. 2024 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്താണ്? അത് നമ്മൾ പറഞ്ഞിരുന്നു. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. അതാണ് ഈ വർഷത്തെ എന്താണ് വോട്ടേഴ്സ് ദിനത്തിൻ്റെ പ്രമേയം അല്ലേ? ഇനി നമുക്ക് വരേണ്ടത് ജനുവരി 26 ജനുവരി 26 പ്രാധാന്യം നിങ്ങൾക്കറിയാം. റിപ്പബ്ലിക് ദിനമാണ് അല്ലേ? ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. എന്തായാലും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മ പുരസ്കാരങ്ങൾ എന്ത് ചെയ്യും? പ്രഖ്യാപിക്കും. അപ്പോൾ 2024 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഇത്തവണ 132 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്. പത്മ പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ പത്മവിഭൂഷൺ, അതിന് താഴെ പത്മഭൂഷൺ, അതിന് താഴെ പത്മശ്രീ. ഈ ബഹുമതികൾ എത്ര പേർക്ക് കിട്ടി? 132 പേർക്ക് കിട്ടി. അതിൽ പത്മവിഭൂഷൺ കിട്ടിയത് 5 പേർക്കാണ്. മൊത്തത്തിൽ പത്മ പുരസ്കാരം 132 പേർക്ക് കിട്ടി. അതിൽ പത്മവിഭൂഷൺ പുരസ്കാരം എത്ര പേർക്കാണ് കിട്ടിയത്? 5 പേർക്കാണ് ലഭിച്ചത്. ആ 5 പേർ ആരൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്ന് വൈജയന്തി മാല, നിങ്ങൾക്കറിയാവുന്ന ഒരാളാണ്, തമിഴ് നടിയാണ്. ആര്? വൈജയന്തി മാല. അവർക്ക് എന്ത് കിട്ടി? പത്മവിഭൂഷൺ കിട്ടി. ഓർത്ത് വയ്ക്കണം, പത്മവിഭൂഷൺ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പത്മ സുബ്രഹ്മണ്യം. പത്മ സുബ്രഹ്മണ്യം ആരാണ്? അറിയപ്പെടുന്ന ഭരതനാട്യം നർത്തകിയാണ്. തമിഴ്നാട്ടുകാരിയായിട്ടുള്ള പത്മ സുബ്രഹ്മണ്യം. അപ്പോൾ 2 തമിഴ് വനിതകൾക്ക് പത്മവിഭൂഷൺ ലഭിച്ചു. ഒന്ന് വൈജയന്തി മാല, വേറൊന്ന് പത്മ സുബ്രഹ്മണ്യം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സിനിമാ നടനാണ്, നിങ്ങൾക്ക് പരിചയമുള്ള സിനിമാ നടനാണ് ചിരഞ്ജീവി അല്ലെ? തെലുങ്ക് സിനിമാ നടനാണ്. ആര്? ചിരഞ്ജീവിക്ക് ലഭിച്ചു പത്മവിഭൂഷൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരാള് വെങ്കയ്യ നായിഡു അല്ലെ? മുൻ ഉപരാഷ്ട്രപതിയാണ്, ആന്ധ്രാപ്രദേശുകാരനായിട്ടുള്ള വെങ്കയ്യ നായിഡു. ചിരഞ്ജീവിക്കും വെങ്കയ്യ നായിഡുവിനും, രണ്ടുപേരും ആന്ധ്രാപ്രദേശുകാരാണ്, 2 പേർക്കും എന്ത് ലഭിച്ചു? പത്മവിഭൂഷൺ ലഭിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പേരാണ് ബിന്ദേശ്വർ പഥക്. ബീഹാറുകാരനായിട്ടുള്ള ഒരാളാണ് ബിന്ദേശ്വർ പഥക്. ആ ബിന്ദേശ്വർ പഥക്കിനും എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം 2024 പത്മവിഭൂഷൺ കിട്ടിയ 5 പേർ ആരൊക്കെയാണ് എന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. അതിൽ ബിന്ദേശ്വർ പഥക്കിനെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 2023 കറണ്ട് അഫയേഴ്സ് പഠിച്ചപ്പോഴും പഠിച്ചതാണ്. സുലഭ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഒരു സന്നദ്ധ സംഘടനയാണ്. പിള്ളേരുടെ വിദ്യാഭ്യാസം, പരിസര ശുചിത്വം, മനുഷ്യാവകാശങ്ങൾ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് സുലഭ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഘടന. ആ സംഘടനയുടെ സ്ഥാപകനാണ് ആര്? ബിന്ദേശ്വർ പഥക്. ഇദ്ദേഹം കഴിഞ്ഞ വർഷം മരണപ്പെട്ടു, 2023 മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ലഭിച്ചത് മരണാനന്തര ബഹുമതിയായിട്ടാണ്. മരണാനന്തരമായിട്ടാണ് ഏത് കിട്ടുന്നത്? പത്മവിഭൂഷൺ കിട്ടുന്നത്. അപ്പോൾ ബിന്ദേശ്വർ പഥക് സുലഭ് ഇന്റർനാഷണലിൻ്റെ സ്ഥാപകൻ. ബിന്ദേശ്വർ പഥക്കിന് വേറൊരു നിക്നെയിം ഉണ്ട്, ടോയ്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ. നമുക്കറിയാം, ഉത്തർപ്രദേശ് പോലുള്ള അല്ലെങ്കിൽ ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ ഈ ടോയ്ലറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ആ ടോയ്ലറ്റുകളൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാളാണ് ബിന്ദേശ്വർ പഥക്. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്, ടോയ്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അത് കുറച്ചുകൂടി ശ്രദ്ധിച്ചു വയ്ക്കുക. അപ്പോൾ ഈ 5 പേർക്കാണ് 2024
പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് പത്മഭൂഷൺ പുരസ്കാരങ്ങൾ. പത്മഭൂഷൺ പുരസ്കാരം മൊത്തം 17 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 17 പേരുടെ കാര്യങ്ങളെല്ലാം പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. 17 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 2 പേരുകളാണ്. ഒന്ന് ഫാത്തിമ ബീവി. നമുക്കറിയാം ആരാണ് ഫാത്തിമ ബീവി എന്നൊക്കെ നമുക്ക് അറിയാം അല്ലേ. നമ്മുടെ സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ, ആ പിന്നാക്ക കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷയാണ് അല്ലെങ്കിൽ ചെയർപേഴ്സണാണ് ഫാത്തിമ ബീവി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫാത്തിമ ബീവിക്ക് മരണാനന്തരം എന്ത് കിട്ടി? പത്മഭൂഷൺ കിട്ടി. ഫാത്തിമ ബീവിക്ക് പത്മഭൂഷൺ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒ രാജഗോപാൽ, പഴയ MLA ആണ് ഒ രാജഗോപാൽ അല്ലെ, മലയാളിയാണ്. അപ്പോൾ 2 മലയാളികൾക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2 മലയാളികൾക്ക്, ഒരു മലയാളിക്കും പത്മവിഭൂഷൺ ലഭിച്ചിട്ടില്ല. 2 മലയാളികൾക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ്? ഫാത്തിമ ബീവിക്ക് ലഭിച്ചിട്ടുണ്ട്, ഒ രാജഗോപാലിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ പ്രസിദ്ധരായുള്ള ചില ആൾക്കാരാണ്. വിജയകാന്ത്, തമിഴ് സിനിമാ നടനാണ് വിജയകാന്ത്. നിങ്ങൾക്ക് അറിയാം 2023 ഇദ്ദേഹം മരണപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും മരണാനന്തരം എന്ത് കിട്ടി? പത്മഭൂഷൺ കിട്ടി. ഫാത്തിമ ബീവിക്കും പത്മഭൂഷൺ കിട്ടുന്നത് മരണാനന്തരമാണ്. ബിന്ദേശ്വർ പതക്കിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത് മരണാനന്തരമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബംഗാളിലെ ഒരു സിനിമാ താരമാണ് അല്ലെങ്കിൽ ബോളിവുഡ് സിനിമാ താരമാണ് മിഥുൻ ചക്രവർത്തി. മിഥുൻ ചക്രവർത്തിക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉഷാ ഉദുപ്പ്, നമുക്ക് വളരെ സുപരിചിതയാണ്. ആര്? ഉഷാ ഉദുപ്പ് അല്ലെ. അവർ ബംഗാളിലെ പോപ്പ് സിംഗറാണ്, ബംഗാളിലെ ഗായികയാണ് ഉഷാ ഉദുപ്പ്. മലയാളി അല്ല കേട്ടോ. മലയാളി ആയിട്ട് 2 പേർക്ക് മാത്രമേ പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളൂ, ഫാത്തിമ ബീവിക്കും ഒ രാജഗോപാലിനും. പിന്നെ ഈ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക. വിജയകാന്ത്, മിഥുൻ ചക്രവർത്തി, ഉഷാ ഉദുപ്പിന് ലഭിച്ചേക്കുന്നത് പത്മഭൂഷണാണ്. മൊത്തം 17 പേർക്ക് പത്മഭൂഷൺ ഇത്തവണ കിട്ടി. അപ്പോൾ ഇനിയുള്ളത് പത്മശ്രീ പുരസ്കാരമാണ്. പത്മശ്രീ പുരസ്കാരം. അപ്പോൾ 5 പേർക്ക് എന്ത് കിട്ടി? പത്മവിഭൂഷൺ കിട്ടി. 17 പേർക്ക് എന്ത് കിട്ടി? പത്മഭൂഷൺ കിട്ടി. 17 5 ആയപ്പോൾ 22 ആയി. ബാക്കി 110 പേർക്ക് എന്ത് കിട്ടി? പത്മശ്രീ കിട്ടി. അപ്പോൾ ഈ 110 പേർ ആരൊക്കെയാണെന്ന് പഠിക്കുക, അവരുടെ പ്രൊഫൈൽ പഠിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിൽ നമുക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. അത് 6 പേർക്കാണ് എന്ത് ചെയ്തത്? പത്മശ്രീ പുരസ്കാരം മലയാളികളായിട്ടുള്ളവർക്ക് ലഭിച്ചത്. 6 മലയാളികൾക്കാണ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. എത്ര മലയാളികൾക്ക് ലഭിച്ചു? 6 മലയാളികൾക്ക് ലഭിച്ചു. ഇനി ആ 6 മലയാളികൾ ആരൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. ഒന്ന് ചിത്രൻ നമ്പൂതിരിപ്പാട്. ചിത്രൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ അത് പ്രസ്താവന രീതിയിലായിരിക്കും ചോദ്യം വരുന്നത്. നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. 2024 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി ഒരാൾ പി ചിത്രൻ നമ്പൂതിരിപ്പാടാണ്. ഏത് മേഖലയിലാണ് അദ്ദേഹത്തിന് അത് കിട്ടിയത്? സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലായിട്ട് മരണാനന്തരമാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് ലഭിക്കുന്നത് മരണാനന്തരമാണ്. അപ്പോൾ പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഒരാൾ. ഇനി അത് കഴിഞ്ഞിട്ട് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി അല്ലെ, തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി. അവർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലാണ് അവർക്ക് ആ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ പി ചിത്രൻ നമ്പൂതിരിപ്പാടുണ്ട്, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുനി നാരായണ പ്രസാദ്. മുനി നാരായണ പ്രസാദ് ഏത് മേഖലയിലാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ സാഹിത്യം, വിദ്യാഭ്യാസം അല്ലെ. അപ്പോൾ ആദ്യം പറഞ്ഞ 3 പേരും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാഹിത്യം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ ചിത്രൻ നമ്പൂതിരിപ്പാടിന് മരണാനന്തരമാണ് ഏത് കിട്ടിയത്? പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ഇനി കുറച്ചുകൂടി ശ്രദ്ധിക്കണം. സദനം ബാലകൃഷ്ണൻ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്? കഥകളി കലാകാരനാണ് അല്ലെ. കഥകളി കലാകാരനാണ്. 2024 ജനുവരിയിലെ കാര്യം പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടിരുന്നു, കൊട്ടാരക്കര ഭദ്ര അല്ലെ. 2024 ജനുവരിയിൽ മരണപ്പെട്ട കഥകളി കലാകാരിയാണെന്ന് പഠിച്ചു. ഇവിടെ ഇപ്പോൾ സദനം ബാലകൃഷ്ണൻ, ആ സദനത്തിൽ ശ്രദ്ധിക്കുക, കഥകളിയിലോട്ട് മനസ്സ് പോട്ടെ. സദനം ബാലകൃഷ്ണൻ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു? കഥകളി കലാകാരനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇ പി നാരായണൻ. ഇ പി നാരായണൻ
ഏത് കലാകാരനാണ്, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ്? EP നാരായണൻ എന്ന് പറയുന്നത് തെയ്യം കലാകാരനാണ്. EP നാരായണൻ തെയ്യം കലാകാരനാണ്. മാറിപ്പോരുത്. കഥകളി കലാകാരനാണ് സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരനാണ് EP നാരായണൻ. അപ്പം അത് ശ്രദ്ധിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സത്യനാരായണ ബലരി. സത്യനാരായണ ബലരി. സത്യനാരായണ ബലരി ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ് എന്ന് ചോദിച്ചാൽ പരമ്പരാഗത നെൽ കർഷകനാണ്. പരമ്പരാഗത നെൽ കർഷകനാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ആറാമത്തെ ആളായിട്ട് നമ്മൾ പഠിച്ചത് സത്യനാരായണ ബലരി. അപ്പോൾ ഇവിടെ ഈ 6 പേരുകൾ നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഇനി ഇവിടെ തെറ്റ് വരുന്ന എന്താണ്? 2023 പത്മശ്രീ പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. 2023 പത്മശ്രീ പുരസ്കാരം കിട്ടിയ ഒരു മലയാളിയുണ്ട്, ചെറുവയൽ രാമൻ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ചെറുവയൽ രാമൻ അല്ലേ? അദ്ദേഹം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്? പരമ്പരാഗത നെൽ കർഷകനാണ്. ആരും? ചെറുവയൽ രാമനും. ചെറുവയൽ രാമന് കിട്ടിയത് 2023 2024 ഈ പത്മശ്രീ ലഭിച്ച പരമ്പരാഗത നെൽ കർഷകൻ ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയണം? സത്യനാരായണ ബലരി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പേരുണ്ട്, പാർവതി ബറുവ. പാർവതി ബറുവ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ആസാമിലുള്ള ഒരു സ്ത്രീയാണ് പാർവതി ബറുവ. അവർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ ബഹുമതി അവർക്കും കിട്ടിയിട്ടുണ്ട്. ഇവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ആസാംകാരിയായിട്ടുള്ള പാർവതി ബറുവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ അല്ലേ? പാപ്പാൻ എന്ന് പറയുന്ന ആളറിയാലോ, ആനയെ മേച്ച് നടക്കുന്ന ആളാണ് പാപ്പാൻ അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് പാർവതി ബറുവ. ആസാംകാരിയാണ്. അവർക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? ഇത്തവണ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ചോദ്യം അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഒന്ന് ചോദിച്ചേക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ ആരെന്ന് ചോദിച്ചാൽ അത് ഈ വർഷം പത്മശ്രീ പുരസ്കാരം കൊടുത്ത് ആദരിക്കപ്പെട്ട പാർവതി ബറുവയാണ് എന്ന് ഉത്തരം പറയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പത്മ അവാർഡുമായി ബന്ധപ്പെട്ട് മിനിമം അറിയേണ്ട കാര്യങ്ങളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഈ പറഞ്ഞ ഓർമ്മക്കുറിപ്പാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത. ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത എന്ന് പറയുന്നത് ഒരു ഓർമ്മക്കുറിപ്പാണ്. വളരെ പ്രസിദ്ധയായ ഒരു സ്ത്രീയുടെ ഓർമ്മക്കുറിപ്പാണ്. ആരുടെ ഓർമ്മക്കുറിപ്പാണെന്നറിയാമോ? അറിയപ്പെടുന്ന CPMന്റെ പ്രവർത്തകയായിട്ടുള്ള നേതാവായിട്ടുള്ള വനിതയാണ് ബൃന്ദ കാരാട്ട്. ബൃന്ദ കാരാട്ട്, പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ ബൃന്ദ കാരാട്ടിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത ആരുടെ ഓർമ്മക്കുറിപ്പാണ് എന്ന് ചോദിച്ചാൽ ബൃന്ദ കാരാട്ടിൻ്റെ ഓർമ്മക്കുറിപ്പാണ് എന്ന് ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പ്രഭ ആത്രേ. ഡോക്ടർ പ്രഭ ആത്രേ വാർത്തകളിൽ ഇവരെ കാര്യം ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. 2023 കറണ്ട് അഫയേഴ്സിൽ ഇവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു. ഹരിപ്രസാദ് ചൗരസ്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ബഹുമതി 2023 ലഭിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡോക്ടർ പ്രഭ ആത്രയ്ക്കാണെന്ന് പഠിച്ചിട്ടുണ്ട്. ആ പ്രഭ അത്രേ 2024 ജനുവരിയിൽ മരണപ്പെട്ടു. 2024 ജനുവരിയിൽ ഡോക്ടർ പ്രഭ അത്രേ മരണപ്പെട്ടു. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? ഡോക്ടർ പ്രഭ അത്രേ 2024 ജനുവരിയിൽ മരണപ്പെട്ട ഡോക്ടർ പ്രഭ അത്രേ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടയാളാണ്, അല്ലെങ്കിൽ ഏത് മേഖലയിൽ പ്രസിദ്ധയാണ് എന്ന് ചോദിച്ചാൽ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ്. ആരാണ്? ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് ഡോക്ടർ പ്രഭ അത്രേ 2024 ജനുവരിയിൽ മരണപ്പെട്ടു. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പേര് മുനവർ റാണ. മുനവർ റാണ. മുനവർ റാണയും 2024 ജനുവരിയിൽ മരണപ്പെട്ട വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് മുനവർ റാണ. മുനവർ റാണ ഏത് മേഖലയിൽ പ്രസിദ്ധൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉറുദു കവിയാണ്, സാഹിത്യകാരനാണ്, ഉറുദു കവിയാണ്. ഉത്തർപ്രദേശിൽ ജനിച്ച് പിന്നീട്
പശ്ചിമ ബംഗാളിലോട്ട് കുടിയേറിയ ഒരു ഉറുദു കവിയാണ് ആര്? മുനവർ റാണ. അപ്പോൾ 2024 ജനുവരിയിൽ മരണപ്പെട്ട മുനവർ റാണ ഏത് മേഖലയിൽ പ്രസിദ്ധൻ എന്ന് ചോദിച്ചാൽ ഉറുദു കവിയാണ് എന്ന് പറയണം. അപ്പം ഡോക്ടർ പ്രഭാത്രി മുനവർ റാണയും മനസ്സിനകത്ത് വേണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റ്, കുഫ്രി ഉദയ്. എന്താണ് കുഫ്രി ഉദയ് എന്നറിയാമോ? ഉരുളക്കിഴങ്ങാണ്, സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ്. കർണാലിൽ, ഹരിയാനയിലെ കർണാലിലുള്ള ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഒരു സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് ഏത്? കുഫ്രി ഉദയ്, അല്ലേ? അപ്പോൾ കുഫ്രി ഉദയ് എന്താണെന്ന് ചോദിച്ചാൽ സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ്, ചുവന്ന തൊലിയുള്ള. സാധാരണ ഉരുളക്കിഴങ്ങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷേ ഇതിന് ചുവന്ന തൊലിയുള്ള ഒരു സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ് എന്ന് പറയുന്നത്. കർഷകർക്കൊക്കെ വളരെ സന്തോഷമുള്ള ഒരു വിളയാണ്, കാരണം കുറച്ച് വെള്ളം കുറച്ച് വളവും മതിയായിരിക്കും ഈ പറഞ്ഞ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിക്ക്. അപ്പോൾ കുഫ്രി ഉദയ് എന്താണെന്ന് ചോദിച്ചാൽ ഹരിയാനയിൽ കർണാലിലുള്ള ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഏതാണ് ഒരു സങ്കരയിന ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ISROയുടെ ഒരു ദൗത്യത്തിലോട്ട് വരാം, എക്സ്പോസാറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 2023 കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് ഇത് പഠിച്ചിട്ടുണ്ട്. എക്സ്പോസാറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് നമ്മൾ പറഞ്ഞു ISROയുടെ ആദ്യത്തെ എക്സ്റേ പൊളാരിമീറ്റർ ദൗത്യമാണ് ഏതെന്ന് പഠിച്ചിട്ടുണ്ട്? എക്സ്പോസാറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ബഹിരാകാശത്ത് എക്സ് കിരണങ്ങളുണ്ട്, എക്സ്റേ കിരണങ്ങളുണ്ട്. ആ കിരണങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തമോഗർത്തങ്ങളെക്കുറിച്ചും ന്യൂട്രോൺ നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ദൗത്യം, അല്ലേ? ബഹിരാകാശത്തുള്ള എന്താണ് എക്സ്റേ കിരണങ്ങളെ ഉപയോഗപ്പെടുത്തി ബ്ലാക്ക് ഹോൾസിനെ, അതായത് തമോഗർത്തങ്ങളെക്കുറിച്ചും ന്യൂട്രോൺ നക്ഷത്രങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ISROയുടെ ആദ്യത്തെ ദൗത്യമാണ് ഏത്? എക്സ്പോസാറ്റ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. ISROയുടെ ഈ സാറ്റലൈറ്റിൻ്റെ പ്രാധാന്യം അതാണ്. ഇത് അത്തരത്തിലുള്ള ആദ്യത്തെ ദൗത്യമാണ്. തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിനുള്ള ആദ്യത്തെ ദൗത്യമാണ് ഇത് വിക്ഷേപിച്ചത്. ഈ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് എന്നാണെന്ന് അറിയാമോ? 2024 ജനുവരി 1. 2024 ജനുവരി 1 ISRO എന്ത് വിക്ഷേപിച്ചു? എക്സ്പോസാറ്റ് വിക്ഷേപിച്ചു, അല്ലേ? ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കണമെങ്കിൽ വാഹനം വേണമെന്നറിയാം. ആ വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ISROയ്ക്ക് 3 തരത്തിലുള്ള എന്താണ് വിക്ഷേപണ വാഹനങ്ങളുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായുള്ള വിക്ഷേപണ വാഹനമാണ് PSLV, അല്ലേ? PSLV. ആ PSLV C-58 റോക്കറ്റാണ് ഈ പറഞ്ഞ സാറ്റലൈറ്റിനെ ബഹിരാകാശത്ത് എത്തിച്ചത്. അപ്പോൾ എക്സ്പോസാറ്റിനെ ബഹിരാകാശത്ത് എത്തിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? PSLV ആണ്. അതിൻ്റെ നമ്പർ കൂടി പറ, PSLV C-58. PSLV C-58. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോണം. PSLV ISROയുടെ ഈ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന വിക്ഷേപണ വാഹനമാണ് PSLV. ഈ PSLVയുടെ 60ാമത് ദൗത്യമായിരുന്നു ഏത്? ഈ പറഞ്ഞ എക്സ്പോസാറ്റ്. ISROയുടെ PSLV റോക്കറ്റിൻ്റെ 60ാമത് ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ്. റോക്കറ്റിൻ്റെ പേരെന്താണ്? റോക്കറ്റിൻ്റെ മാർക്ക് എന്താണ്? PSLV C-58 റോക്കറ്റിലാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. PSLVയുടെ 60ാമത് ദൗത്യമായിരുന്നു അത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. 2024 ജനുവരി 1, അല്ലേ? വിക്ഷേപിച്ചത് എവിടെ നിന്നാണെന്ന് അറിയാം? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഏത് വിക്ഷേപിച്ചത്? എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്, വിസാറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വിസാറ്റ് എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ വനിതകൾ അതായത് വിദ്യാർത്ഥികളായിട്ടുള്ള വനിതകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ഏത്? വിസാറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വിസാറ്റിനെയും ഈ റോക്കറ്റിൽ PSLV C-58 റോക്കറ്റിൽ എവിടെ എത്തിച്ചു? ബഹിരാകാശത്ത് എത്തിച്ചു. അപ്പോൾ അതും പരീക്ഷയ്ക്ക് ചോദിക്കും. എക്സ്പോസാറ്റ് വിക്ഷേപണത്തോടൊപ്പം വിക്ഷേപിച്ച കേരളത്തിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ചെടുത്ത സാറ്റലൈറ്റ് ഏതാണ്? തിരുവനന്തപുരത്ത് പൂജപ്പുര LBS സെൻ്റർ ഉണ്ട്. അവിടുത്തെ വിദ്യാർത്ഥിനികളാണ് ഈ സാറ്റലൈറ്റ് ഉണ്ടാക്കിയേക്കുന്നത്. ഏതാണ് ആ സാറ്റലൈറ്റ്? വിസാറ്റ്. ശ്രദ്ധിച്ചു വെച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം.
നാമിൻ്റെ 19ാമത് ഉച്ചകോടി. ചേരിചേരാ പ്രസ്ഥാനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ചേരിചേരാ പ്രസ്ഥാനം, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, അതിനെ ചുരുക്കി നമ്മൾ പറയും നാം. നാമിൻ്റെ 19ാമത് ഉച്ചകോടി. 19ാമത് ഉച്ചകോടി നടന്നത് എവിടെ വെച്ച് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. കമ്പാലയിൽ വെച്ചിട്ടാണ് നടന്നത്. ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ഉഗാണ്ടയുടെ തലസ്ഥാനമാണേത്? കമ്പാല. അപ്പോൾ നാമിൻ്റെ 19ാമത് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ കമ്പാലയിൽ വെച്ചിട്ടാണ്, അതായത് ഉഗാണ്ട എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അതുപോലെ ചോദിക്കാൻ കൊള്ളാവുന്നൊരു ചോദ്യമാണ്, 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ റഷ്യയാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ റഷ്യയാണ്. കഴിഞ്ഞ കൊല്ലം 2023 ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോഹന്നസ്ബർഗ് ആണ്. അതൊരു പക്ഷേ ചോദിക്കാം, അതുകൊണ്ട് രണ്ടും ശ്രദ്ധിച്ചു വയ്ക്കണം. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാകാൻ പോകുന്നത് റഷ്യയാണ്. അതേസമയം 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയായിരുന്നത് ജോഹന്നാസ്ബർഗ് ആണ്. ജോഹന്നാസ്ബർഗ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗ് വെച്ചിട്ടാണ് 2023 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അതേസമയം 2024 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് റഷ്യയിൽ വച്ചിട്ടാണ് എന്നുള്ളത് ശ്രദ്ധിച്ച് വയ്ക്കുക. ബ്രിക്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മ അന്ന് ബ്രിക്സ് എന്നില്ല, അന്ന് ബ്രിക്ക് എന്നേ ഉള്ളൂ. ബ്രിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബി ബ്രസീൽ, ആർ റഷ്യ, ഐ ഇന്ത്യ, സി ചൈന, എസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക. പക്ഷെ ആദ്യം സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ആദ്യം ഈ പറയുന്ന 4 രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. ഈ രാജ്യങ്ങൾ ചേർന്ന് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത് 2006 അന്ന് ബ്രിക്ക് വരുന്നത് 2006 പിന്നീടാണ് സൗത്ത് ആഫ്രിക്കയും കൂടി ഈ പറഞ്ഞ കൂട്ടായ്മയിലോട്ട് വരുന്നത് 2010. ഇപ്പോൾ 2024 ആയപ്പോൾ ഇതിനകത്ത് 5 രാജ്യങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ചു. അതായത് ബ്രിക്സിന്റെ ഈ കൂട്ടായ്മയിലോട്ട് 5 രാജ്യങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ 2024 കണക്ക് പറയുമ്പോൾ ബ്രിക്സ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ 10 രാജ്യങ്ങളുണ്ട്. എത്ര രാജ്യങ്ങളുണ്ട്? 10 രാജ്യങ്ങളുണ്ട്. ആദ്യത്തെ 5 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം പുതുതായി ബ്രിക്സിലോട്ട് വന്ന 5 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ടേ? ചോയ്സ് ഒക്കെ തന്ന് കുഴപ്പിക്കത്തില്ലേ? അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഒന്ന് ഈജിപ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എത്യോപ്യ അല്ലെ? ഈജിപ്റ്റ്, എത്യോപ്യ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറാൻ അല്ലെ? ഏഷ്യൻ രാജ്യമാണ് ഇറാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് സൗദി അറേബ്യ, UAE. 3 ഏഷ്യൻ രാജ്യങ്ങളാണ് ഇറാൻ, സൗദി അറേബ്യ, UAE. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഈജിപ്തും എത്യോപ്യയും. അപ്പം അങ്ങനെ ഈ പറഞ്ഞ 5 അംഗങ്ങൾ കൂടിയാകുമ്പോൾ നിലവിൽ 2024 കണക്കനുസരിച്ച് പറയുമ്പോൾ അതിൽ എത്ര അംഗങ്ങളായി? 10 അംഗങ്ങളായി. പണ്ട് നമ്മൾ 4 പഠിച്ചു, പിന്നീട് തിരുത്തി 5 ആക്കി. ദാ ഇപ്പോൾ എത്രയായി? 10 രാജ്യങ്ങളായി അല്ലേ? അപ്പോൾ അത് 2024 ഡെവലപ്മെൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സ്ലിം. എന്താണ് സ്ലിം? ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ് അല്ലേ? നമ്മുടെ ചാന്ദ്ര ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 1, 2, 3 ഒക്കെ അല്ലേ? അതിൽ ചന്ദ്രയാൻ 3 വിജയകരമായിട്ട് എന്ത് ചെയ്തു? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ് സ്ലിം എന്ന് പറയുന്ന ദൗത്യം. അതും 2024 ജനുവരിയിൽ ചന്ദ്രനിൽ വിജയകരമായിട്ട് ലാൻഡ് ചെയ്തു. അപ്പോൾ 2024 ജനുവരിയിൽ ലാൻഡ് ചെയ്ത, അതായത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്ത ജപ്പാന്റെ ദൗത്യം ഏത് എന്ന് ചോദിച്ചാൽ അത് സ്ലിം ആണ് എന്ന് ഓർത്തോണം. നമ്മൾ നേരത്തെ കാര്യങ്ങൾ വിശദമായി തന്നെ അത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നുകൂടി ഓർക്കുക. 2024 ജനുവരിയിൽ അത് ലാൻഡ് ചെയ്തു, വിജയകരമായിട്ട് ലാൻഡ് ചെയ്തു. അത് വിക്ഷേപിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. സ്വരായ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു വിദൂര സംവേദന ഉപഗ്രഹമാണ്. റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്, വിദൂര സംവേദന ഉപഗ്രഹം അല്ലേ. നമ്മൾ IRS എന്നൊക്കെ പറയുന്നത് പോലെ വിദൂര സംവേദന ഉപഗ്രഹമാണ് ഏത്? സ്വരായ. ഏത് രാജ്യത്തിൻ്റെ വിദൂര സംവേദന ഉപഗ്രഹമാണ് സ്വരായ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. 2024 ജനുവരിയിൽ ഈ പറഞ്ഞ ഉപഗ്രഹം വിക്ഷേപിച്ചു. ഏത് രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഇറാനാണ്. ആ പേര് നോക്കിയേ, ആ പേര് നോക്കുമ്പോൾ അത് മനസ്സിലാവും. സ്വരായ എന്ന് പറയുന്ന വിദൂര സംവേദന ഉപഗ്രഹം 2024 വിക്ഷേപിച്ചത് ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ ഇറാനാണ്. ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിലോട്ട് വരാം. ന്യൂറാലിങ്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ഈ കമ്പനി ആരുടെ കമ്പനിയാണെന്ന് അറിയാമോ? ട്വിറ്ററിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അത് ഇലോൺ മസ്ക് ആണ് അല്ലേ. സ്പേസ് എക്സ് എന്ന് പറയുന്ന ബഹിരാകാശ കമ്പനിയുടെ ഉടമസ്ഥൻ ആരാണ്? അത് ഇലോൺ മസ്ക് ആണ്. ആ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് ഏത്? ന്യൂറാലിങ്ക്. ഈ ന്യൂറാലിങ്ക് ഈ അടുത്ത കാലത്ത് 2024 ജനുവരിയിൽ വാർത്തയിൽ വന്നിരുന്നു. എങ്ങനെയാണ് ഇത് വാർത്തയിൽ വന്നത്? മനുഷ്യൻ്റെ തലച്ചോറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ, മനുഷ്യൻ്റെ തലച്ചോറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ തലച്ചോറിൽ ചിപ്പ് വച്ച് പിടിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ന്യൂറാലിങ്ക്. ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു. നോക്ക്, നമ്മൾ ആലോചിച്ചാൽ മതി, അത് കമ്പ്യൂട്ടർ ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ പിന്നെ ടൈപ്പ് ചെയ്യേണ്ട പോലുമില്ല, അത് എന്തിലോട്ട് വന്നോളും? കമ്പ്യൂട്ടറിനകത്തോട്ട് വന്നോളും. അപ്പോൾ മനുഷ്യ മസ്തിഷ്കത്തെ ഏതുമായിട്ട് ബന്ധിപ്പിക്കുക? കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിന് തലച്ചോറിൽ ഏത് ചിപ്പ് വച്ച് പിടിപ്പിക്കുന്നതിൽ വിജയം കണ്ടെത്തിയ ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കമ്പനി, ഒരു ടെക് കമ്പനിയാണ്, നിങ്ങൾക്കറിയാം, മൈക്രോസോഫ്റ്റ് അല്ലേ. മൈക്രോസോഫ്റ്റ്, ബിൽ ഗേറ്റ്സ് ആണ് ഇതിൻ്റെ സ്ഥാപകൻ, ഇതിൻ്റെ ഉടമസ്ഥൻ എന്നൊക്കെ നിങ്ങൾക്കറിയാം. മൈക്രോസോഫ്റ്റ് ഈ അടുത്ത കാലത്തായിട്ട് വാർത്തയിൽ വന്നു. എങ്ങനെയാണ് വാർത്തയിൽ വന്നത്? ഇന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി, ഇന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനി എന്ന് ചോദിച്ചാൽ മൈക്രോസോഫ്റ്റ് ആണ്. ഏറ്റവും ആസ്തി മൂല്യമുള്ള കമ്പനിയായിട്ട് ഏത് മാറി? മൈക്രോസോഫ്റ്റ് മാറി. നേരത്തെ ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഏത് കമ്പനിയാണെന്ന് അറിയാമോ? ഐഫോൺ നിർമ്മിക്കുന്ന കമ്പനിയാണ് ആപ്പിൾ. ഐഫോൺ നിർമ്മാണ കമ്പനിയായിരുന്ന ആപ്പിളിനായിരുന്നു ഏറ്റവും മൂല്യമുള്ള കമ്പനി എന്നുള്ള പദവി ഉണ്ടായിരുന്നത്. അപ്പോൾ ആപ്പിളിനെ രണ്ടാമതാക്കിക്കൊണ്ട് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് മുന്നിലെത്തി. അപ്പോൾ ആ രണ്ട് കമ്പനികളൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ന്യൂറാലിങ്ക് അതെന്താണ് പറഞ്ഞത്? മൈക്രോസോഫ്റ്റ് അതിൻ്റെ കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ട് പേര് പഠിക്കാം. ഇഷ ജോസ്ലിൻ, നല്ല പേരുകളാണ് അല്ലെ, പിള്ളേർക്കൊക്കെ ഇടാൻ കൊള്ളാവുന്ന പേരാണ്. പക്ഷേ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടത്തില്ല. അതായത് ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച രണ്ട് ചുഴലിക്കൊടുങ്കാറ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന പേരാണ്. ഇംഗ്ലണ്ടിനെ, ബ്രിട്ടനെ വിറപ്പിച്ച രണ്ട് ചുഴലിക്കൊടുങ്കാറ്റുകളാണ് 2024 ജനുവരിയിൽ ബ്രിട്ടനെ വിറപ്പിച്ച രണ്ട് ചുഴലിക്കൊടുങ്കാറ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ഇഷ ജോസ്ലിൻ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഇഷ ജോസ്ലിൻ ചുഴലിക്കൊടുങ്കാറ്റുകൾ വീശിയടിച്ചത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്താണ്? അത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം, 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2024 അല്ലെ. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. ഇപ്പോൾ ഓസ്കാർ പുരസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, സിനിമാ മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ് അല്ലെ. സിനിമാ മേഖലയിൽ ലോകത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഏത് പുരസ്കാരം? ഓസ്കാർ പുരസ്കാരം. ഓസ്കാർ പുരസ്കാരം കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതെന്ന് ചോദിച്ചാൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ്. അപ്പോൾ 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2024 പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡ്രാമ വിഭാഗത്തിൽ എന്ന് പറയും. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ചിത്രം ഏത്? പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. ഓപ്പൺഹൈമർ. ഏതാണ് ആ ചിത്രം? ഓപ്പൺഹൈമർ എന്നുള്ളതാണ് ആ ചിത്രം. അപ്പോൾ 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള, ഡ്രാമ വിഭാഗം ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രമേന്ന് ചോദിച്ചാൽ ഏതാണ്? ഹോളിവുഡ് ചിത്രം ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമർ. അതിൻ്റെ സംവിധായകൻ ആരും നോക്കി വെക്കണം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൺഹൈമർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? ക്രിസ്റ്റഫർ നോളൻ അല്ലെ. സംവിധാനം ക്രിസ്റ്റഫർ നോളൻ. അപ്പോൾ അവിടെ അതും ഒരു ഉത്തരമാണ്.
അതായത് ഏറ്റവും മികച്ച സംവിധായകനുള്ള 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ഏറ്റവും മികച്ച ചിത്രം ഓപ്പൺഹൈമർ സംവിധാനം ചെയ്ത അതിൻ്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ആണ് ഏറ്റവും മികച്ച സംവിധായകനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് 2024. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഓപ്പൺഹൈമർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ഒരു നടനുണ്ട്, കിലിയൻ മർഫി. ആരാണ്? കിലിയൻ മർഫി. അപ്പോൾ 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം, ഏറ്റവും മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ കിലിയൻ മർഫിക്കാണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഏറ്റവും മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കിലിയൻ മർഫിക്കാണ്. ഏത് സിനിമ? ഓപ്പൺഹൈമർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന്. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം, ഏറ്റവും മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ലിലി ഗ്ലാഡ്സ്റ്റൺ എന്ന് പറയുന്ന നടിക്കാണ്. ലിലി ഗ്ലാഡ്സ്റ്റൺ ഓപ്പൺഹൈമറിൽ അഭിനയിച്ചതല്ല, അവർ വേറൊരു സിനിമയിലാണ് അഭിനയിച്ചത്. ലിലി ഗ്ലാഡ്സ്റ്റൺ ആണ് ഏറ്റവും മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്. ഇനി ഈ വനിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലിലി ഗ്ലാഡ്സ്റ്റൺ എന്ന് പറയുന്ന വനിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഗോത്രവർഗ വനിതയ്ക്ക് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം, നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ഗോത്രവർഗ വനിത ആരെന്ന് ചോദിച്ചാൽ ലിലി ഗ്ലാഡ്സ്റ്റൺ ആണ്. അപ്പോൾ ഈ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഇത്രയും പ്രധാനപ്പെട്ടതാണ്, ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നമ്മൾ പഠിച്ചിരുന്നു, 2023 ജനുവരിയിലെ കാര്യമായിട്ട് പഠിച്ചിരുന്നു. 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം കിട്ടിയ ഒരു സിനിമയുണ്ട്, ഇന്ത്യൻ സിനിമയുണ്ട്. ഏഷ്യയിൽ നിന്ന് ആദ്യമായിട്ട് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, RRR. ഏഷ്യയിൽ നിന്ന് ആദ്യമായിട്ട് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന സിനിമയാണ് RRR, അല്ലേ? അതിൽ മികച്ച സംഗീതത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് RRറിന് കിട്ടിയത്, അല്ലേ? എം കീരവാണിയുടെ പാട്ട് ഏതാണ്? നാട്ട് നാട്ട് എന്ന് തുടങ്ങുന്ന പാട്ട്. ആ പാട്ടിനാണ് ഏത് കിട്ടിയത്? 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം, മികച്ച സംഗീതത്തിനുള്ള പുരസ്കാരം RRR എന്ന് പറയുന്ന സിനിമയിലൂടെ ഇന്ത്യയിലോട്ട് വന്നത്. അത് ആർക്കാണ് കിട്ടിയത്? കീരവാണിക്കാണ്, അല്ലേ? അതേസമയം ശ്രദ്ധിച്ചു വയ്ക്കണം, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ AR റഹ്മാനാണ്. പക്ഷെ ആ സിനിമ ഇന്ത്യൻ സിനിമയായിരുന്നില്ല, അതൊരു ഹോളിവുഡ് സിനിമയാണ്, സ്ലം ഡോഗ് മില്ലിനിയർ, അല്ലെ? സ്ലം ഡോഗ് മില്ലിനിയർ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് AR റഹ്മാനാണ്. AR റഹ്മാന് ശേഷം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കീരവാണിയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2024 ജനുവരിയിൽ മരണപ്പെട്ട ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ബെക്കൻ ബോവർ. ജർമ്മൻകാരനാണ് ബെക്കൻ ബോവർ. 2024 ജനുവരിയിൽ മരണപ്പെട്ട ബെക്കൻ ബോവർ, കൈസർ എന്ന വിളിപ്പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് ബെക്കൻ ബോവർ. ഏത് മേഖലയിൽ പ്രസിദ്ധൻ എന്ന് ചോദിച്ചാൽ അയാളൊരു ജർമ്മൻ ഫുട്ബോൾ താരമായിരുന്നു, ബെക്കൻ ബോവർ. അപ്പോൾ 2024 ജനുവരിയിൽ മരണപ്പെട്ട ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ആര് എന്ന് ചോദിച്ചാൽ ബെക്കൻ ബോവറാണ്. അതുപോലെ തന്നെ 2024 ജനുവരിയിൽ മരണപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് മരിയോ സഗല്ലോ. ഏതാണ്? മരിയോ സഗല്ലോ. മരിയോ സഗല്ലോ ആരാണ്? ഒരു ഫുട്ബോൾ താരമാണ്. ഏത് രാജ്യത്തിലെ ഫുട്ബോൾ താരം? ബ്രസീലിൽ നിന്നുള്ള ഫുട്ബോൾ താരമാണ്. അപ്പോൾ 2024 ജനുവരിയിൽ മരണപ്പെട്ട പ്രസിദ്ധ ബ്രസീൽ ഫുട്ബോൾ താരം ആരെന്ന് ചോദിച്ചാൽ അത് മരിയോ സഗല്ലയാണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. ബെക്കൻ ബോവറിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം, അല്ലെ? ഫിഫ നൽകുന്ന പുരസ്കാരം, ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ സംഘടനയാണ് ഏത്? ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം. അപ്പോൾ 2024 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ച പുരുഷ താരം, അല്ലെ? 2024 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ച ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ച പുരുഷ താരം ആരെന്ന് ചോദിച്ചാൽ അത് ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സിയാണ്. ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം അദ്ദേഹത്തിന് ആദ്യമായിട്ടല്ല കിട്ടുന്നത്, മുമ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലയണൽ മെസ്സിയാണ് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ ഫുട്ബോളർ. അതേസമയം വനിതാ
വനിതാ ഫുട്ബോളർ ആരെന്ന് ചോദിച്ചാൽ സ്പെയിനിൽ നിന്നുള്ള ഒരു വനിതയാണ് ഐദാന ബോൺമെറ്റി. ഇനി അത് കഴിഞ്ഞിട്ട് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം, മികച്ച കോച്ചിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കും ചോദിച്ചാൽ പെപ് ഗാർഡിയോളയ്ക്കാണ്. മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്ന ക്ലബിന്റെ പരിശീലകനാണ് പെപ് ഗാർഡിയോള. അപ്പം പെപ് ഗാർഡിയോളയ്ക്കാണ് ഏറ്റവും മികച്ച കോച്ചിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം, ഫെയർ പ്ലേക്കുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം, അല്ലെ, മാന്യമായിട്ടുള്ള കളി, അതാണ് ഫെയർ പ്ലേ. ഫെയർ പ്ലേക്കുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ ഫുട്ബോൾ ടീം ഏതെന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഉത്തരം വളരെ എളുപ്പമാണ്, ബ്രസീലാണ്. ഫെയർ പ്ലേക്കുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ ഫുട്ബോൾ ടീം ഏതെന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരുത്തോട്ട് വരാം. ഫിഫ എന്ന് പറയുന്നത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട സംഘടനയാണ്, അല്ലെ. ICC എന്ന് പറഞ്ഞാലോ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടനയാണ് ICC പുരസ്കാരങ്ങൾ. ICC 2023 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം, ICC 2023 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരുഷ വിഭാഗം പുരസ്കാരം ലഭിച്ചത്, കിരീടം നേടിയത് അല്ലെങ്കിൽ ആ ബഹുമതി നേടിയത് പാറ്റ് കമ്മിൻസ് ആണ്. പാറ്റ് കമ്മിൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പറഞ്ഞ ഓസ്ട്രേലിയയുടെ ബൗളറാണ്. ആര്? പാറ്റ് കമ്മിൻസ്, അല്ലെ. അപ്പോൾ പാറ്റ് കമ്മിൻസ് ICC 2023 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരുഷ വിഭാഗം കിരീടം അല്ലെങ്കിൽ ബഹുമതി നേടിയത് ആര് എന്ന് ചോദിച്ചാൽ അത് പാറ്റ് കമ്മിൻസ് ആണ്, ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വനിതാ വിഭാഗം ICC 2023 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ വനിതാ വിഭാഗം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് സ്കിവർ ബ്രൻഡിനാണ്. സ്കിവർ ബ്രൻഡ് ഇംഗ്ലണ്ടുകാരിയാണ്, ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൽ ഉള്ള ആളാണ് സ്കിവർ ബ്രൻഡ്, അല്ലെ. അപ്പോൾ പുരുഷൻ ICC 2023 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരുഷൻ പാറ്റ് കമ്മിൻസ്, വനിതാ സ്കിവർ ബ്രൻഡ് ഇംഗ്ലണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഉസ്മാൻ ഖാജ ICC 2023 മികച്ച ടെസ്റ്റ് പ്ലെയർക്കുള്ള പുരസ്കാരം, അല്ലെ. ടെസ്റ്റ് ക്രിക്കറ്റ് അറിയാലോ, ടെസ്റ്റ് ക്രിക്കറ്റ് ഉണ്ട്, ഏകദിന ക്രിക്കറ്റ് ഉണ്ട്, 2020 ക്രിക്കറ്റ് ഉണ്ട്. മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം 2023 ICC മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖാജയ്ക്കാണ്. അതേസമയം മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം ICC 2023 മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം ലഭിച്ചത് നമ്മുടെ വിരാട് കോഹ്ലിക്കാണ്. അതേസമയം ICC 2020 മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം ലഭിച്ചത് സൂര്യകുമാർ യാദവിനാണ്, നമ്മുടെ സൂര്യകുമാർ യാദവിനാണ്. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റർ എന്ന് ചോദിച്ച ഉസ്മാൻ ഖാജ, ഏകദിന ക്രിക്കറ്റർ എന്ന് ചോദിച്ച വിരാട് കോഹ്ലി, 2020 ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആരാണത്? സൂര്യകുമാർ യാദവാണ്. കഴിഞ്ഞ കൊല്ലവും സൂര്യകുമാർ യാദവിന് തന്നെയാണ് കിട്ടിയത്, സൂര്യകുമാർ യാദവ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ICC 2023 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം, അല്ലെ. അത് ആർക്കാണ് കിട്ടിയത്? പുരുഷൻ, അത് പാറ്റ് കമ്മിൻസ് ആണ്, ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ. പ്രധാനമായിട്ടും 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണുള്ളത്. ഒന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ, അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് ഓപ്പൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് വിംബിൾട്ടൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് US ഓപ്പൺ. 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു വർഷത്തിൽ ആദ്യം നടക്കുന്നത് ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഒരു വർഷത്തിൽ ആദ്യം നടക്കുന്നത്, ഒരു വർഷത്തിൻ്റെ കലണ്ടർ വർഷത്തിൽ ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. അതേതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം പുരുഷ വിഭാഗം, അല്ലെ. ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുമ്പോൾ പുരുഷ വിഭാഗമുണ്ട്, അതുപോലെ തന്നെ വനിതാ വിഭാഗമുണ്ട്. പുരുഷ വിഭാഗം കിരീട ജേതാവ് സാധാരണഗതിയിൽ എപ്പോഴും അത് നൊവാക് ജോക്കോവിച്ച് ആണ്. പക്ഷേ 2024 നൊവാക് ജോക്കോവിച്ചിന് കിട്ടിയില്ല, അത് വേറൊരാൾക്കാണ്, യാനിക് സിന്നർ. അപ്പോൾ ആ പേര് പഠിച്ചോണം, പുതിയ ഒരാളാണ്, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പേരാണ്. യാനിക് സിന്നറിനാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗ കിരീട ജേതാവ്. യാനിക് സിന്നർ ഏത് രാജ്യക്കാരനാണ്? ഇറ്റലി.
അതുപോലെ വനിതാ വിഭാഗം ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചാമ്പ്യൻ ആരെന്ന് ചോദിച്ചാൽ അരിയാന സബലേങ്കയാണ്. അരിയാന സബലേങ്ക നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ളതാണ്. ബെലാറസുകാരിയാണ്. അരിയാന സബലേങ്കയ്ക്കാണ് ഏത് വനിതാ വിഭാഗം കിരീടം അല്ലെ. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. ആരൊക്കെ അല്ലെ, ഡബിൾസ് ആണ് ആരൊക്കെ എന്ന് ചോദിക്കാൻ കൊള്ളാം. പുരുഷ ഡബിൾസ് കിരീടം ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ആരൊക്കെ എന്ന് ചോദിച്ചാൽ അതിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്, രോഹൻ ബൊപ്പണ്ണ. പിന്നെ അത് കഴിഞ്ഞിട്ട് മാത്യു എബ്ഡൻ ഓസ്ട്രേലിയക്കാരനാണ്, ഇന്ത്യക്കാരൻ രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ. ഇതൊരു വലിയ നേട്ടമാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം കിരീടമാണ്. അതൊരു ഇന്ത്യക്കാരന് ലഭിച്ചു. ഡബിൾസിലാണ് ഇന്ത്യക്കാരന് ലഭിച്ചു. ആർക്കാണ്? രോഹൻ ബൊപ്പണ്ണയ്ക്കാണ്. ഇനി അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അയാൾക്ക് 42 വയസ്സായി. ഈ പ്രായത്തിൽ, അതായത് ഇത്രയും വലിയ പ്രായത്തിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ പോലെയുള്ള ഒരു ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ജയിച്ച ആദ്യത്തെ വ്യക്തിയാണ്. അതായത് ഈ പ്രായത്തിൽ, ഏറ്റവും ഉയർന്ന പ്രായത്തിൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന വ്യക്തി എന്നുള്ള ബഹുമതി കൂടി ആർക്ക് കിട്ടിയിട്ടുണ്ട്? രോഹൻ ബൊപ്പണ്ണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് വയ്ക്കുക. അത് കൂടി കണക്കിലെടുത്തിട്ടാണ്. അതുപോലുള്ള നേട്ടങ്ങൾ അയാൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കണക്കിലെടുത്തിട്ട് 2024 പത്മശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ പത്മശ്രീ പുരസ്കാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? രോഹൻ ബൊപ്പണ്ണയ്ക്ക് കൊടുത്തിട്ടുണ്ട്. രോഹൻ ബൊപ്പണ്ണയ്ക്ക് ഈ വർഷത്തെ 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. 110 പേർക്ക് ആകെ ലഭിച്ചുവല്ലോ. അതിൽ ഒരു ഈ പറഞ്ഞ ടെന്നീസ് താരം അതാരാണ്? രോഹൻ ബൊപ്പണ്ണയാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ. ശരി, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2024 ജനുവരിയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയേണ്ടത്. ഇതിലൊന്നുപോലും വിട്ട് കളയാനായിട്ടില്ല. നോട്ട്സ് തരാം, അത് നന്നായിട്ട് നോക്കുക. ഇവിടെ പറയാൻ വിട്ടുപോയ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ നോട്ട്സിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഫെബ്രുവരി മാസത്തിലെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.